മീൻസ് സപ്ലൈയിലും ഡിമാൻഡിലും വരുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പ്രൈസിൽ ചേഞ്ച് വരും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, അതായത് ഒരു സപ്ലൈയും ഡിമാൻഡും നമ്മൾ എന്താ പറയുക മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റിൻ്റെ പ്രൈസസിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിഫറെൻറ്റ് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നു. ഓക്കെ, അതൊരു ടേമാണ് നിങ്ങൾ നോക്കുക. ദെൻ എന്താണ് റീറ്റെയിൽ സെക്ടറിൽ പ്രൊമോഷൻ ഓഫ് റീറ്റെയിൽ സെക്ടറാണ് നമ്മൾ നോക്കുന്നത്. പ്രൊമോഷൻ ഓഫ് റീറ്റെയിൽ സെക്ടർ, റീറ്റെയിൽ സെക്ടറിൻ്റെ പ്രൊമോഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. ഓക്കെ, അത് നീഡ് ഫോർ എത്തിക്കൽ പ്രൊമോഷൻ റീറ്റെയിൽ. ഒരു റീറ്റെയിൽ സെക്ടറിൽ ഒരു എത്തിക്കൽ പ്രൊമോഷൻ്റെ ആവശ്യമുണ്ട്. അതായത് ഇപ്പം നമ്മൾ റീറ്റെയിൽ ബിസിനസ് ആണല്ലോ നോർമലി ഇവിടെയൊക്കെ നടക്കുന്നത്. ഓക്കെ, ഹോൾസെയിലേഴ്സ് ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഈ എത്തിക്കലി പ്രൊമോഷൻ്റെ ഒരു ആവശ്യം എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ, കസ്റ്റമർ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് അല്ലേ. നമ്മളൊരു എത്തിക്കലി ആണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ സെയിൽ ചെയ്യുന്നത് എത്തിക്കലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം എന്താ, ഫസ്റ്റ് നമ്മൾ അതെന്തിനാണ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് അല്ലേ. ഒരു കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അയാൾക്ക് അതിൻ്റെ മുകളിൽ ഒരു ട്രസ്റ്റും പിന്നീട് ആ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരു എത്തിക്കൽ പ്രാക്ടീസസ് നമ്മളെ റീറ്റെയിൽ ബിസിനസ്സിൽ നമ്മൾ കൊണ്ടുവരണം. അതായത് കറക്റ്റ് നമ്മളിപ്പോൾ ഇത്രയും കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ, ഒരു പ്രോഡക്റ്റ് 1, 2 ഓരോ സ്റ്റേജസിലും അതിൽ എത്തിക്കൽ പ്രാക്ടീസസ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൽ കൺസ്യൂമേഴ്സിന് എന്തുണ്ടാവുള്ളൂ, ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഉണ്ടാവും. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കും റീറ്റെയിൽ ബിസിനസ്സിൻ്റെ പ്രൊമോഷനിൽ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലയിൻസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് എല്ലാ ലീഗൽ ഫ്രെയിം വർക്കും പാലിച്ചുകൊണ്ട്, അതായത് ഇക്കോണമിക് നേച്ചറിനനുസരിച്ചും ഗവൺമെൻറ്റിൻ്റെ എല്ലാ റൂൾസും ISI നമ്മൾ പ്രോഡക്റ്റിലൊക്കെ ISI മുദ്രകൾ വേണം, കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടും എല്ലാ ലീഗൽ ഫ്രെയിം വർക്കിലും ചട്ടക്കൂടിലും നിന്നുകൊണ്ടായിരിക്കണം എന്തെന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത്. ദെൻ ലോങ് ടേം റെപ്യൂട്ടേഷൻ ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി. അതായത് അല്ലേ നമ്മളൊരു ബ്രാൻഡ് ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അയാളത് ബ്രാൻഡിലായിരിക്കും ഇറക്കുന്നത്. അപ്പം ആ ബ്രാൻഡിനെ ലോങ് ടേം ആയിട്ട് അതിൻ്റെ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്ത് പോവുക. കുറച്ച് കാലം ആ ബ്രാൻഡ് ഉണ്ടായി പിന്നെ നമ്മൾ കാണില്ല ചില ബ്രാൻഡ് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നത്. പിന്നെ അവർക്ക് അതിൻ്റെ കസ്റ്റമേഴ്സിനോടുള്ള ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് കീപ്പ് ചെയ്ത് പോകാനും പ്രോഡക്റ്റിൻ്റെ എന്താ പറയുക ക്വാളിറ്റിയിലൊക്കെ വരുന്ന ഇഷ്യൂസ് കാരണം പിന്നീട് ആ ബ്രാൻഡ് നിന്നു. അപ്പം നമ്മൾ ഒരു ബ്രാൻഡ് വൺസ് ഒരു റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതവിടെ റീച്ച് കിട്ടിയെന്ന് പറഞ്ഞിരിക്കില്ല, അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ബ്രാൻഡിനെ റെപ്യൂട്ടേഷനെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു എത്തിക്കൽ റീറ്റെയിൽ ബിസിനസ്സിൻ്റെ ആവശ്യമാണ്. ദെൻ അത്രയും കാര്യങ്ങളാണ് അപ്പോൾ എന്തിൽ വരുന്നത്, നീഡ് ഫോർ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ റീറ്റെയിൽ അല്ലേ. ഇത്രയും ഒരു റീറ്റെയിൽ ബിസിനസ്സിൽ ഈ എത്തിക്കൽ പ്രാക്ടീസസിൻ്റെ ആവശ്യം എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ദെൻ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ആക്യുറസി ഇൻ റീറ്റെയിൽ അഡ്വർടൈസിങ്. അതായത് ഒരു റീറ്റെയിൽ അഡ്വർടൈസിങ്ങിൽ വരേണ്ട ഇതൊക്കെ ഓരോരോ ടേംസ് ആണ്. അപ്പം നിങ്ങളത് അങ്ങനെ വായിച്ച് പഠിച്ചിട്ട് പോവുക അല്ലേ. അതായത് ഒരു എന്താ പറയുക ഇതിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റിൽ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ള ഓരോരോ ടേംസ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, ദെൻ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ആക്യുറസി ഇൻ റീറ്റെയിൽ അഡ്വർടൈസിങ്ങിൻ്റെ കാര്യങ്ങളിൽ വരുന്ന സമയത്ത് എന്താണ്, ട്രാൻസ്പെറൻറ്റ് പ്രോഡക്റ്റ് റെപ്രസെൻറ്റേഷൻ അല്ലേ. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. നമുക്ക് എന്താ പറയുക truthfulness in retail advertising starts with a transparent product representation. Consider retail selling smartphones and ethical approach. അതായത് ഒരു എത്തിക്കൽ അപ്രോച്ചിലോട് കൂടി ആയിരിക്കണം അതിൻ്റെ അഡ്വർടൈസിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മൾ കൺസ്യൂമേഴ്സിനെ ട്രസ്റ്റ്ഫുൾനെസ് അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾനെസ് ആയിരിക്കണം അവരുടെ പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ദെൻ അവോയ്ഡ് ഡിസെപ്റ്റീവ് പ്രാക്ടീസസ്. അതായത് തെറ്റായ എന്താ പറയുക ഇൻഫോർമേഷൻസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്ത് പറയാം. നമ്മളെ പ്രോഡക്റ്റിന് നമുക്ക് കറക്റ്റ് എന്താണോ ആ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യാം പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിനല്ല അപ്പുറത്തേക്ക് നമ്മൾ എക്സാജറേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ എന്താ പറയുക അൺഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോൾസ് ക്ലെയിം അതായത് തെറ്റായ പ്രസ്താവനകൾ ഇറക്കിയിട്ടും ആയിരിക്കരുത് നമ്മൾ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ചില പ്രോഡക്റ്റിനും അങ്ങനെ വന്നിട്ട് നമുക്ക് അങ്ങനത്തെ പ്രോഡക്റ്റൊക്കെ എന്താ ഇപ്പം മാർക്കറ്റിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയി പോയിട്ടുള്ള അനുഭവം നമ്മൾ പണ്ട് കുറേയുള്ള ബ്രാൻഡുകളൊക്കെ അങ്ങനെ പോയത് നമുക്കറിയാലോ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താണോ നമ്മൾ അതുകൊണ്ട് കൺസ്യൂമേഴ്സിന് ഉദ്ദേശിക്കുന്നത്, എന്താണ് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് കൺസ്യൂമേഴ്സിന് കിട്ടുന്നത്, അത് ആക്ച്വലി അതേപോലെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, അത് ലോങ് ടേം പ്രോസസ്സിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
അതല്ലാതെ ഫോൾസ് അല്ലെങ്കിൽ ക്ലെയിംസും എക്സാജറേഷൻസും അങ്ങനെയൊക്കെ വെച്ചിട്ട് വിഷ്വൽസ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൺസ്യൂമേഴ്സിനെ കബളിപ്പിക്കാൻ, അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് കബളിപ്പിക്കാൻ പാടില്ല. ദെൻ ഹോണസ്റ്റ് പ്രൈസിങ് അല്ലേ, പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഹോണസ്റ്റ് ആയിരിക്കും. അല്ലാതെ അവരുടെ ഓരോ കൺസ്യൂമേഴ്സിനും ഓരോ പ്രോഡക്റ്റ് ഡിഫറെൻറ്റ് പ്രൈസിലും നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ പഠിച്ചില്ലേ, അങ്ങനെയല്ലാതെ ഹോണസ്റ്റ് പ്രൈസിങ് ആയിരിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എന്തിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് റീറ്റെയിൽ ബിസിനസ് അഡ്വർടൈസ്മെൻറ്റിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അവോയ്ഡിങ് മിസ്റെപ്രസെൻറ്റേഷൻ, അതായത് മിസ്റെപ്രസെൻറ്റേഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാന്നുള്ളത്. അതായത് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അവോയ്ഡ്, അതായത് വെർ കോമ്പറ്റീഷൻ ഈസ് ആൻഡ് ദ ക്വസ്റ്റ് ടു ക്യാമ്പർ കൺസ്യൂമേഴ്സ് അറ്റൻഷൻ ഈസ് റെസ്റ്റ്ലെസ്നെസ് എത്തിക്കൽ റിലേഷൻ. അതായത് മിസ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോൾസ് ഇൻഫോർമേഷൻ അബൌട്ട് ദയർ പ്രോഡക്റ്റ് സർവീസസ് ഓർ പ്രൈസിങ്. അതായത് നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് മിസ്ലീഡ് ചെയ്യുക, അത് മിസ്ലീഡിങ് അവോയ്ഡ് ചെയ്യണമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ മിസ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ചൊരു തെറ്റായ പ്രൈസിങ്ങിനെ കുറിച്ചും അതേപോലെ എന്താ പറയുക അവരുടെ സർവീസസ്, പ്രൈസിങ്, അവരുടെ പ്രോഡക്റ്റ്, കൺസ്യൂമർ ബിഹേവിയർ, അങ്ങനെ എല്ലാ കാര്യത്തിനെ കുറിച്ചും ഒരു തെറ്റായ ധാരണ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണത്. ഓക്കെ, കൺസ്യൂമേഴ്സിൻ്റെ അടുത്തോ പബ്ലിക്കിൻ്റെ അടുത്തോ എത്തിക്കാതെ നമ്മളെ പ്രോഡക്റ്റിനെ മിസ്ലീഡ് ചെയ്യാതെ നോക്കേണ്ടത് ആരാണ്, നമ്മളാണ്. ഓക്കെ, അതിൽ അപ്ഹോൾഡിങ് ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി അല്ലേ, നമ്മളെ ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും ഒരു റീറ്റെയിൽ ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ദെൻ എൻഷുറിങ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്, ഡിസിഷൻ മേക്കിംഗ് കറക്റ്റ് ടൈമിങ്ങിലായിരിക്കണം. അപ്പോൾ അല്ലെങ്കിലാണ് നമ്മളെ പ്രോഡക്റ്റിന് എന്ത് ചെയ്യും, മിസ്ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകുന്നത്. അപ്പം നമ്മളെ കൺട്രോളിലായിരിക്കുക നമ്മളെ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡും അതിൻ്റെ പ്രൈസിങ്ങും എല്ലാ കാര്യങ്ങളും. ഓക്കെ, ദെൻ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലയിൻസ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഗവൺമെൻറ്റിൻ്റെ, അതായത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക, അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടും ഇക്കോണമിക്ക് ഫെയർ ആയിട്ടും കൊണ്ടുള്ളൊരു പ്രോഡക്റ്റ്, അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എന്തായിരിക്കണം, ഫെയർ ആയിട്ടുകൊണ്ടായിരിക്കണം നമ്മളെ പ്രോഡക്റ്റിനെ നമ്മൾ ഒരു മാർക്കറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സെല് ചെയ്യുകയോ ചെയ്യുന്നത്. അതർവൈസ് അത് എന്ത് ചെയ്യാം, മിസ്ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്മളെ പ്രോഡക്റ്റിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.